ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് സാധാരണ വലിയ തരിയുള്ള ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കുറച്ച് സമയം വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് ഞാനിവിടെ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതുപോലെ ഓയിലൊന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ 1-1.5 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. മഴയുള്ളൊക്കെ സമയമാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇപ്പോൾ കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. കനം കുറച്ചിട്ട് നമുക്കിതൊന്ന് കഴിയുന്നിടത്തോളം വലിപ്പത്തിൽ പരത്തിയെടുക്കാം. അപ്പം ഞാൻ ഇത്രയും വലിപ്പത്തിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ഓരോന്നും ഒരു 1/2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നീളത്തിലാക്കിയെടുക്കണം. ഇതുപോലെ കഴിയുന്നിടത്തോളം നീളത്തിലാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് 3 ആക്കണം. ഒരേ വലിപ്പത്തിലുള്ള 3 പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിത് ഇതുപോലെയുള്ള 3 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3 പീസിൻ്റെയും ഒരു സൈഡ് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ മുടിയൊക്കെ മുടയുന്നത് പോലെ തന്നെ ഇതുപോലെ മെടഞ്ഞെടുക്കാം. എന്നിട്ട് ഈ ഒരു അറ്റം നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ വേർപെട്ട് പോരും. അപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ ഒരുപാട് ചൂട് ആവരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറംഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ കളറ് മാറും, ഉള്ളു വേവില്ല. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ 2 സൈഡും ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് മധുരത്തോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പട്ടയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിട്ട് അതും കൂടി ഇതുപോലെ ഒന്ന് വെതറി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്